കോഴിക്കോട് താമരശ്ശേരിയിലാണ് കാട്ടുപോത്ത് ഇറങ്ങിയത്. 2 കാട്ടുപോത്തുകളാണ് കൃഷിയിടത്തിലെത്തിയത്. ആ ദൃശ്യങ്ങൾ 24-ന് കിട്ടി. സമീർ സി മുഹമ്മദാണ് ആ വാർത്തയുടെ വിവരങ്ങൾ വെച്ചിരുന്നത്. സമീറിലേക്ക് പോകുമ്പോൾ ആ ദൃശ്യങ്ങളൊന്ന് പ്രേക്ഷകരെ കാണിക്കാൻ കഴിയുമെന്നാണ് പ്രതീക്ഷ. സമീർ, ഈ കാട്ടുപോത്തുകൾ കൃഷിയിടത്തിലിറങ്ങി വലിയ നാശമാണ് ഉണ്ടാക്കിയത്. ഇത് കാട്ടുപോത്തുകൾ ഇറങ്ങുന്ന മേഖലയാണോ സമീർ? ഹാഷ്മി, കോഴിക്കോട് ജില്ലയുടെ മലയോര മേഖലയും കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി വന്യമൃഗശല്യത്തിൻ്റെ വലിയ ഭീതിയിലാണ്. ഇതിൻ്റെ ഒരു ഉദാഹരണം മാത്രമാണ് ഇപ്പോൾ വന്നിരിക്കുന്ന ഈ കാട്ടുപോത്തിൻ്റെ ഈ സംഭവം. കഴിഞ്ഞ ദിവസം കൂടരഞ്ഞി മേഖലയിൽ ഉണ്ടായിരുന്നത് ഒരു പുലിയായിരുന്നു. അവിടെ 2 ആഴ്ചത്തോളം ജനങ്ങളെ ഭീതിയിലാഴ്ത്തിക്കൊണ്ട് ആ പുലി പിന്നീട് വനംവകുപ്പ് സ്ഥാപിച്ച കൂട്ടിൽ കുടുങ്ങുകയും പിന്നീട് അതിനെ ഉൾവനത്തിൽ കൊണ്ടുവിടുകയും ചെയ്തു. ആ ആശങ്ക ഒഴിഞ്ഞതിന് തൊട്ടു പിറകെയാണ് ഇപ്പോൾ 2 കാട്ടുപോത്തുകൾ ജനവാസ മേഖലയോട് ചേർന്ന കൃഷിയിടത്തിലേക്ക് എത്തിയിരിക്കുന്നത്. അവിടെ വലിയ രീതിയിലുള്ള കൃഷിനാശം ഉണ്ടാക്കിയിട്ടുണ്ട്. ഒപ്പം തന്നെ അതിന് ചുറ്റിലുമുള്ളത് ജനവാസ മേഖലയാണ്. ആ ജനങ്ങളുടെ ഭാഗത്തേക്ക് ഇത് വരുന്നു എന്നുള്ളതാണ് വലിയ ഒരു ആശങ്കയ്ക്കിടയാക്കുന്നത്. ഈ കാട്ടുപോത്തുകൾ എവിടെ നിന്നാണ് ഇങ്ങോട്ട് എത്തിയത് എന്ന് സംബന്ധിച്ച് ഇതുവരെയും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് നാട്ടുകാരുടെ പരാതി ഉയർന്നിരിക്കുന്നു. അവിടെ ആ ഒരു ആശങ്ക വനം വകുപ്പിനോട് പങ്കുവച്ചിട്ടുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ താമരശ്ശേരിയിൽ നിന്നുള്ള RRT സംഘം അവിടെ എത്തിക്കൊണ്ട് പരിശോധന നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഈ കാട്ടുപോത്തുകളെ കണ്ടെത്തുകയും തുടർന്ന് അതിൻ്റെ ഉൾഭാഗത്തേക്ക് വനമേഖലയിലേക്ക് തന്നെ കയറ്റി അയക്കാനുള്ള ശ്രമങ്ങളാണ് ഇപ്പോൾ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും വലിയ ഒരു ഭീതിയിലാണ് ജനങ്ങളുള്ളത്. അഥവാ അക്രമ സ്വഭാവികളാവാനുള്ള സാധ്യതയുണ്ട്. അത്തരമൊരു ആശങ്കയാണ് ഇപ്പോൾ നാട്ടുകാർ വനംവകുപ്പിന് മുന്നിൽ വയ്ക്കുന്നത്. ഓക്കെ, കണ്ടാൽ അത്യാവശ്യം പേടിയാവുന്ന കരുത്തൻ കാട്ടുപോത്തുകളാണ് കൃഷിയിടത്തിലേക്ക് ഇറങ്ങിയത്. അത് കാട്ടുപോത്തുകൾ ഉള്ളൊരു മേഖലയാണ്. അപ്പോൾ അവിടെ കൃഷിയിടത്തിലേക്ക് ഇറങ്ങി നാശം വിതയ്ക്കുന്നതൊക്കെ പതിവാവാതിരിക്കാൻ ഇടപെടൽ വേണം എന്നാണ് നാട്ടുകാരുടെ അഭ്യർത്ഥന. അത് അവരുടെ ജീവനാണെങ്കിലും അവരുടെ കൃഷിക്കാണെങ്കിലും.